കേനൂസിലേക്ക് സ്വാഗതം. ത്രിതല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇക്കുറി UDF മിന്നുന്ന വിജയമാണ് നേടിയിരിക്കുന്നത്. 24 വാർഡുകളിൽ 21 വാർഡും ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും കൂടിയ ഭൂരിപക്ഷവും നൽകിക്കൊണ്ട് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചപ്പോൾ കക്കറ പോലെ CPM-ന്റെ കോട്ട തകർത്താണ് UDF പ്രോജ്വല വിജയം നേടിയിരിക്കുന്നത്. ആസന്നമായ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കുന്ന സെമി ഫൈനൽ മത്സരമെന്ന് വിലയിരുത്തപ്പെടുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കേരളക്കരയാകെ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുകയും UDF-ന് അനുകൂല തരംഗമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. 6 കോർപ്പറേഷനുകളുള്ളതിൽ UDF-ന് 4-ഉം LDF-ന് 1-ഉം BJP-ക്ക് 1-ഉമാണ് ലഭിച്ചിരിക്കുന്നത്. 86 മുനിസിപ്പാലിറ്റികളിൽ UDF 54-ഉം LDF 28-ഉം BJP-ക്ക് 2-ഉം ആണ് ലഭിച്ചിരിക്കുന്നത്. 14 ജില്ലാ പഞ്ചായത്തുകൾ ഉള്ളതിൽ UDF-ഉം LDF-ഉം 7 വീതവും 152 ബ്ലോക്കുകൾ ഉള്ളതിൽ UDF-ന് 79-ഉം LDF-ന് 63-ഉം ആകെ 941 ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളതിൽ UDF-ന് 504-ഉം LDF-ന് 341-ഉം BJP-ക്ക് 26-ഉം പഞ്ചായത്തുകളാണ് നേടാനായത്. സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് UDF മലപ്പുറം ജില്ലയിൽ കാഴ്ചവെച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ 33-ൽ 33 ഡിവിഷനിലും UDF വിജയിച്ചപ്പോൾ പ്രതിപക്ഷമില്ലാതെ UDF ഭരിക്കുമെന്നത് ഇത്തവണത്തെ വലിയൊരു പ്രത്യേകതയാണ്. മലപ്പുറം ജില്ലയിലെ 15 ബ്ലോക്ക് പഞ്ചായത്തിൽ 15-ലും UDF-നാണ് വിജയം. 12 മുനിസിപ്പാലിറ്റികൾ ഉള്ളതിൽ 11-ലും UDF-നാണ് ഭരണം ലഭിച്ചിരിക്കുന്നത്. 94 പഞ്ചായത്തിൽ 3 ഒഴിച്ച് മുഴുവൻ പഞ്ചായത്തിലും UDF വിജയക്കൊടി നാട്ടി. LDF കഴിഞ്ഞ 5 വർഷവും ഭരിച്ച് ആ ഭരണവിരുദ്ധ വികാരത്തിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി മിന്നുന്ന വിജയമാണ് UDF നേടിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളും അവരുടെ ഭൂരിപക്ഷവും നമുക്ക് നോക്കാം. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് കൊയ്ത്തക്കുണ്ടിൽ LDF സ്ഥാനാർത്ഥി 52 വോട്ടുകൾക്ക് വിജയിച്ചു. 2-ാം വാർഡ് കുട്ടത്തിയിൽ UDF-ന് 4 വോട്ടിന്റെ ലീഡും 3-ാം വാർഡ് അരിമണലിൽ UDF-ന് 483 വോട്ടുകളുടെ ലീഡും 4-ാം വാർഡ് കേരളയിൽ UDF-ന് 2 വോട്ടിന്റെ ഭൂരിപക്ഷവും 5-ാം വാർഡ് മഞ്ഞൾപ്പാറയിൽ UDF-ന് 396 വോട്ടിന്റെ ഭൂരിപക്ഷവും 6-ാം വാർഡ് പാന്ത്രയിൽ LDF-ന് 181 വോട്ടിന്റെ ഭൂരിപക്ഷവും 7-ാം വാർഡ് കൽക്കുണ്ടിൽ UDF-ന് 39 വോട്ടിന്റെ ഭൂരിപക്ഷവും 8-ാം വാർഡ് മുള്ളറയിൽ UDF-ന് 408 വോട്ടിന്റെ ഭൂരിപക്ഷവും 9-ാം വാർഡ് മാമ്പറ്റയിൽ UDF-ന് 99 വോട്ടിന്റെ ഭൂരിപക്ഷവും 10-ാം വാർഡ് കണ്ണത്ത് UDF-ന് 101 വോട്ടിന്റെ ഭൂരിപക്ഷവും കരുവാരകുണ്ട് പഞ്ചായത്തിലെ തന്നെ കരുവാരകുണ്ട് വാർഡ് 11 വാർഡിൽ UDF-ന് 760 വോട്ടുകളും 12-ാം വാർഡ് കിഴക്കത്തലയിൽ UDF-ന് 61 വോട്ടിന്റെ ലീഡും 13-ാം വാർഡ് തരിശിൽ UDF-ന് 434 വോട്ടുകളും 14-ാം വാർഡ് കക്കറയിൽ UDF സ്ഥാനാർത്ഥിക്ക് 133 വോട്ടിന്റെ ഭൂരിപക്ഷവും 15-ാം വാർഡ് കരിങ്കന്തോണിയിൽ UDF-ന് 92 വോട്ടിന്റെ ഭൂരിപക്ഷവും 16-ാം വാർഡ് പുൽവട്ടയിൽ UDF-ന് 511 വോട്ടുകളുടെ ഭൂരിപക്ഷവും 17-ാം വാർഡ് ചെമ്പങ്കുന്നിൽ UDF-ന് 79 വോട്ടുകളുടെ ഭൂരിപക്ഷവും 18-ാം വാർഡ് അയ്യപ്പൻകാവിൽ UDF-ന് 400 വോട്ടിന്റെ ഭൂരിപക്ഷവും 19-ാം വാർഡ് ചുള്ളിയോട്ട് UDF-ന് 20 വോട്ടിന്റെ ഭൂരിപക്ഷവും 20-ാം വാർഡ് വീട്ടിക്കുന്നിൽ LDF-ന് 30 വോട്ടിന്റെ ഭൂരിപക്ഷവും 21-ാം വാർഡ് ഇരിങ്ങയിൽ UDF-ന് 799 വോട്ടിന്റെ ഭൂരിപക്ഷവും 22-ാം വാർഡ് പുത്തനഴിയിൽ UDF-ന് 229 വോട്ടിന്റെ ഭൂരിപക്ഷവും 23-ാം വാർഡ് ഭവനംപറമ്പിൽ UDF-ന് 338 വോട്ടിന്റെ ഭൂരിപക്ഷവും 24-ാം വാർഡ് പുന്നക്കാട് UDF-ന് 620 വോട്ടിന്റെ ഭൂരിപക്ഷവുമാണ് ലഭിച്ചത്. ഇതിൽ കക്കറയിലെയും ചെമ്പങ്കുന്നിലെയും UDF-ന്റെ വിജയം LDF-നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്.
കക്കറയുടെ ചരിത്രത്തിലെ ആദ്യ പരാജയമാണ് LDF ഇക്കുറി നേരിട്ടത്. LDFന് കിട്ടാൻ സാധ്യതയില്ലെന്ന് കണ്ട വോട്ടുകളെല്ലാം മറ്റു വാർഡുകളിലേക്ക് മാറ്റിക്കൊണ്ട് CPMന്റെ ഒരു ചെങ്കോട്ടയാക്കി ഇനി ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടില്ലെന്ന ഹുങ്കിലായിരുന്നു CPM എന്ന പാർട്ടി. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPMന് ആദ്യമേ പിഴച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. പാർട്ടിക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു എന്നതും വെളിവായിട്ടുണ്ട്. CPM മാത്രമായതുകൊണ്ടാണ് പരസ്യമായ എതിർപ്പുണ്ടാകാഞ്ഞത്. UDFന്റെ സ്ഥാനാർത്ഥി കക്കറ പോരൽ വാർഡിലേക്ക് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി. ലീഗും കോൺഗ്രസും ഇരു ശരീരവും ഒരു മനസ്സുമായി പ്രവർത്തിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മുഴുവൻ നിരാശയ്ക്കും പ്രതികാരം ചെയ്യാൻ ഉറച്ചപ്പോൾ വാർഡിന്റെ ഇൻചാർജായി UDFൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അല്ലെങ്കിൽ ഉത്തരവാദിത്തം UDF ഏൽപ്പിച്ചു കൊടുത്ത പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാൻ അയ്യൂബ് മേലോടത്ത് 18 അടവും പൂഴിക്കടകനും പയറ്റാൻ തയ്യാറായി UDF ക്യാമ്പിന് കരുത്തു പേർന്നതോടെ കക്കറയുടെ ചെങ്കോട്ട പൊളിഞ്ഞ് തകർന്ന് മേരി എന്ന താരകം ഉദയം ചെയ്യുകയായിരുന്നു. ചെമ്പൻകുന്നും പുത്തനഴിയും സമാനമായ രീതിയിൽ പാർട്ടിക്ക് പാകത്തിന് അവർ വെട്ടിയൊരുക്കിയെങ്കിലും UDF പ്രവർത്തകരുടെ ചിട്ടയായ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങൾ തകർത്തടിയുന്നതായിരുന്നു. 1-ാം വാർഡ് കൊയ്ത്തക്കുണ്ട് CPMന് നേടാനായത് പാർട്ടി വോട്ടുകൊണ്ടല്ല, പകരം ശിഹാബ് എന്ന പാർട്ടി കേഡറ്റിന്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിലയിരുത്തൽ. വീട്ടിക്കുന്നിലും പാന്ത്രയിലും CPMന് UDFനേക്കാൾ കാര്യമായ വോട്ട് കൂടുതലുണ്ടായിരുന്നു. കൽക്കുണ്ട് വാർഡ് UDFന് നേടാനായത് പഴയകാല കോൺഗ്രസ് പ്രവർത്തകൻ പരേതനായ തൊമ്മൻ എന്ന തോമസ് മാത്യുവിന്റെ ഭാര്യ എന്നതും UDF പ്രവർത്തകരുടെ ചങ്കുറപ്പോടെയുള്ള പോരാട്ട വീര്യത്തിന്റെ വിജയവും ആയി കാണേണ്ടതുണ്ട്. കേനൂസ് ഇക്കുറി ഒന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. വിജയിച്ചവരെല്ലാം അതാത് വാർഡുകളിലെ മുഴുവൻ ജനതയുടെയും മെമ്പറാണ്. ഗ്രാമപഞ്ചായത്ത് ആക്ടിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസവും അങ്ങനൊന്നില്ല. എല്ലാ അംഗങ്ങളും ഭരണപക്ഷമാണ് ഇനി മുതൽ. വ്യക്തിഗത ആനുകൂല്യങ്ങളും വികസന വിഹിതവും പക്ഷപാതം കൂടാതെ തുല്യമായി വീതം വെക്കേണ്ടതുണ്ട്. നമസ്കാരം.